സനോജേട്ടനാണ് വാർത്തയിലെ താരമെന്ന് അനശ്വര പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായുള്ള വാർത്തയുമായിട്ടുള്ള സനോജിൻ്റെ ഇടപെടലുകൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം തന്നെ ആശംസകൾ നേരുകയാണ്. ആ ആശംസ ഞാൻ സനോജിനെ നേരിട്ട് അറിയിക്കുകയാണ്. സനോജ്, എല്ലാവരുടെയും ആശംസകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തായാലും നമ്മളുടെ തൊഴിലിൻ്റെ ഭാഗമായി വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ തന്നെ നുണപ്രചരണങ്ങൾ ഇങ്ങനെ അടിച്ചുവിടുമ്പോൾ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയപ്പെടുന്നത് ഈ കേരളത്തിലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ ടി.കെ. ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ്. അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് മതിയായ ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ ആതുരാലയത്തെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ആംബുലൻസിൻ്റെ നീണ്ട നിരയായിരുന്നു എന്നാണ് എന്നോടൊരു ആശുപത്രിയിൽ ചെന്ന ഒരാൾ വിളിച്ചു പറഞ്ഞത്. കാരണം മെഡിക്കൽ കോളേജിൽ എന്തോ വലിയ മോശം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന വാർത്തകൾ വരുമ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് അത് കൊള്ള നടത്തുവാൻ വേണ്ടിയുള്ള അവസരമായി മാറുകയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയണം. ആ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിശാലമായ നിരവധി പ്രദേശത്തെ ഏക്കർ കണക്കിന് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചെറുഭാഗം ഇടിഞ്ഞു വീണ് ഒരാൾ ദാരുണമായി മരണപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഈ സംവിധാനം ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നിപ്പ ബാധിച്ചവരെല്ലാം മരണപ്പെട്ടു എന്ന തരത്തിലുള്ള പ്രസ്താവന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ നമ്മളറിയണം, ലോകത്ത് നിപ്പ ബാധിച്ചവരുടെ മരണനിരക്ക് 77%, സംസ്ഥാനത്ത് അത് 33% മാത്രമാണ്. അത്രത്തോളം പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഇത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ അതിനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ വസ്തുതകൾ ജനങ്ങളോട് തുറന്നു പറയുക എന്ന ഉത്തരവാദിത്തമാണ് കൈരളി എന്ന മാധ്യമ സ്ഥാപനം നടത്തിയത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.